അതിങ്ങനെ വിടരും. അത് വിടരുമ്പം നമ്മൾ ഡ്രില്ല് ചെയ്ത ഹോൾസിലേക്ക് അത് ഇറങ്ങുമ്പോൾ അത് വിടർത്തി പാറ പൊട്ടിച്ചെടുക്കും. അങ്ങനെയും പൊട്ടാത്ത സ്ഥലത്താണ് ഈ ജാക്ക് ക്യാമറ ഉപയോഗിച്ച് അവർ ചെറിയ പീസായിട്ട് പൊട്ടിച്ചെടുക്കുക. വലിയ പീസ് പൊളിച്ചെടുക്കാൻ അത് സിമ്പിൾ പരിപാടിയാണോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ NH-66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് കുറ്റിപ്പുറ കേട്ടോ. കുറ്റിപ്പുറത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കുറ്റിപ്പുറം എന്ന് പറഞ്ഞാൽ KNRCL രണ്ടാമത്തെ റീച്ചിൽ റിസ്ക് പിടിച്ചൊരു വർക്കാട്ടോ. ആ വർക്കിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്താളി കേട്ടോ. അപ്പോൾ അവിടെ കാണുന്ന ഞങ്ങൾ സ്റ്റീൽ ബാവ് സ്ട്രിങ് അത് അവിടെ തന്നെ നിൽക്കാട്ടോ. 800 ടൺ വെയിറ്റ് വരുന്ന സ്റ്റീൽ ബ്രിഡ്ജ് കുറച്ച് മാസങ്ങളായി ഇപ്പം അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് റെയിൽവേൻ്റെ ട്രാക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാനുള്ളതാണ്. അപ്പം അവിടെ അല്ല ഇപ്പോൾ വർക്ക് കാര്യമായിട്ട് നടക്കുന്നത്. ഈ ഭാഗത്താട്ടോ വളരെ റിസ്ക് പിടിച്ചൊരു ഏരിയ ആട്ടത് കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക്, അതായത് നമ്മുടെ ആറുവരിപ്പാതിൻ്റെ വാള് അടിയിൽ നിന്ന് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല അടിയിൽ നിന്ന് കണ്ടോ കോൺക്രീറ്റ് സെറ്റപ്പ് വർക്ക് ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ഏകദേശം എത്ര ഹൈറ്റ് പൊങ്ങാണ്ട്, ഇനിയും ഒരു 5-8 അടി പൊങ്ങാണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് അതും തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ കമ്പികളൊക്കെ ഇട്ട് വെച്ചിട്ട് അത് ഹൈറ്റ് സർവീസ് റോഡ് ഹൈറ്റിലാണ് വരുന്നത്. സർവീസ് റോഡ് ഈ ഭാഗത്ത് വീതി കുറവാണ്. 4 മീറ്റർ 5 മീറ്റർ പരമാവധി അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗത്താണ് അതിഭയങ്കരമായ വർക്ക് നടക്കുന്നത് കേട്ടോ. വളരെ KNRCL 2 റീച്ചിലും ഞാൻ കണ്ടതിൽ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു ഏരിയ ആണ് നമ്മുടെ കുറ്റിപ്പുറം ഈ ഏരിയ. ഒന്ന് നമ്മുടെ ബ്രിഡ്ജിൻ്റെ വർക്ക്, റെയിൽവേ മേൽപ്പാലത്തിൻ്റെ വർക്ക്, അതൊന്നും അങ്ങോട്ട് നീക്കി വെക്കാനാണ് ഭയങ്കര പണിയാട്ടോ. അതുകൂടാതെ ഈ ഭാഗത്തുള്ള ഫുള്ള് പാറായിരുന്നു കേട്ടോ. ഒരു നല്ലൊരു കുന്നിൻ്റെ ഒരു ചെരുവായിരുന്നു ഇവിടെ. അതിൻ്റെ താഴത്ത് കൂടിയാട്ടോ അവർ നമ്മുടെ ആറുവരിപ്പാത അവർ തയ്യാറാക്കി എടുക്കുന്നത്. പണ്ട് പോയ ട്രെയിനേജൊക്കെ ഉള്ളതില്ലേ, ആ മലഞ്ചെരുവിൽ നിന്നുള്ള വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടി പോയിരുന്നത്. അവിടെ സ്റ്റെപ്പായിട്ട് സംഭവം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ളതാട്ടോ. അതൊക്കെ ഫുള്ള് സ്പ്രേ അടിക്കും. എല്ലാത്തിനാൽ നമ്മുടെ റോഡിൻ്റെ മുകളിലൊക്കെ ഫുള്ള് ചെളിയൊക്കെ ഉണ്ടാവും. വീഡിയോ ഇവിടെയൊക്കെ വർക്ക് ഫുള്ള് നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് പാറ പൊട്ടിക്കുന്ന ഏരിയയാണൊക്കെ. ആ ഭാഗത്തൊക്കെ ഫുള്ള് പാറ കേട്ടോ. കരിമ്പാറാണ്, ഫുള്ള് കരിമ്പാറ. അതൊക്കെ പൊട്ടിച്ചെടുക്കുന്ന 2 മെഷീൻ അതന്നെ ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് സർവീസ് റോഡൊക്കെ വരേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഫുള്ള് കരിമ്പാറ ഫുള്ള് പൊട്ടിച്ചെടുക്കാം. ഇവിടെ മഴ പെയ്തപ്പോൾ ഫുള്ള് ചെളിയൊക്കെ ആയി. ഇനി അതിലൂടെയാണ് വർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അത് വെള്ളമൊക്കെ മോട്ടർ വെച്ചിട്ട് ആ ഡ്രെയിനേജിലേക്കാക്കി വെള്ളം ഒഴിവാക്കി. ഇനിയിപ്പോൾ നല്ല മഴക്കാറുണ്ട്, ചിലപ്പോൾ മഴ പെയ്താൽ അതും പണിയാവും. സർവീസ് റോഡിലെ ക്രാഷ് ബാരിയറിൻ്റെ അടിഭാഗം അവരതാ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ഭാഗത്ത് അവർ കരിമ്പാറൊക്കെ പൊട്ടിച്ച് ഏകദേശം ഒരു പാകാക്കി വെച്ചിട്ടുണ്ട്. റോഡിൻ്റെ വീതിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവിടെയാണ് വലിയ റിസ്ക്കുള്ള വർക്ക് വേറെ ഒന്ന് അടാ. ഇനി അതുപോലെ 3 വരിപ്പാത, അത് 3 വരിപ്പാതക്കുള്ള ബ്രിഡ്ജാണ്. അതുപോലെ ഒന്ന് ഇപ്പുറത്തേക്കും ഈ ഭാഗമൊക്കെ ഫുൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അങ്ങനെ ആയിരിക്കും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കുറ്റിപ്പുറം ഈ പഴയ പാലം എന്തായാലും മാറ്റേണ്ടി വരും. കുറച്ച് പഴക്കമുള്ള പാലാണ് അതൊക്കെ. ചിലപ്പം അതൊക്കെ മാറ്റേണ്ടി വരും. 3 വരിപ്പാത ആക്കണ്ടേ. പിന്നെ നല്ലൊരു സർവീസ് റോഡ് ഒക്കെ വേണം ഇതിൽ. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ള സെറ്റപ്പ് വർക്ക് വേറെ വരുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്താ അവിടുത്തെ കറക്റ്റ് പ്ലാനിങ് എന്നുള്ളത് കറക്റ്റ് അറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഈ ഭാഗത്തെ RE ബ്ലോക്കിൻ്റെ കെട്ട് വെച്ച് മണ്ണൊക്കെ ഇട്ട് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുന്നു.
ആറി ബ്ലോക്ക് ഇവിടെ ഹൈറ്റ് റെഡി ആയിട്ടോ. ഈ ഭാഗത്ത് ഹൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആറി ബ്ലോക്കിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലാണ് ക്രാഷ് ബാരിയർ എടുത്ത് വെക്കുക. അവിടെ ആ പാലത്തിൻ്റെ മുകളിലേക്ക്, ബ്രിഡ്ജിൻ്റെ മുകളിൽ, സ്റ്റീൽ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്നും കൂടി പൊങ്ങാണ്ട് അവിടെ ഒന്ന് സ്ലോപ്പായിട്ടായിരിക്കും അവിടുത്തെ പരിപാടി. ഇവിടെ CTSP മിക്സിംഗ് ഒക്കെ ഇടാൻ തുടങ്ങിയോ? ഇനി ആ ബ്രിഡ്ജ് അങ്ങോട്ട് നീക്കിയതിന് ശേഷം അവിടെ ഗാഡറൊക്കെ വെക്കാണ്ട് കേട്ടോ. ഗാഡറൊക്കെ വെച്ച് സ്ലാബൊക്കെ, ആ ബ്രിഡ്ജ് നിൽക്കുന്ന ഭാഗം ബ്രിഡ്ജ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പിയറൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ വേറൊരു ബ്രിഡ്ജ് ഗാഡറൊക്കെ വെച്ച് സ്ലാബൊക്കെ വാർക്കേണ്ട പണിയുണ്ട്. അതങ്ങോട്ട് പോകണം ആദ്യം, എന്നാൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാനാർസിയലിൻ്റെ ഇതിൽ കുറച്ചൊരു ടൈം എടുക്കുന്ന പണിയാണ്. ഇവിടെ എന്തായാലും നമ്മൾ ഫസ്റ്റ് റീച്ച് കൂരിയാടിൻ്റെ വർക്ക് കഴിഞ്ഞാലും ഇവിടുത്തെ വർക്ക് കഴിയും തോന്നില്ല. അത്രക്കും ഒരു റിസ്ക് പിടിച്ചൊരു ഏരിയ കേട്ടത്. നേരത്തെ കാഴ്ച അവിടുത്തെ ഇങ്ങനെ വന്നിട്ടോ, അവിടെയൊക്കെ ഫുള്ള് പാറനാട്ടോ, ഫുള്ള് പാറന. അവിടെയൊക്കെ ഈ ഭാഗത്തും 2 മെഷീന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ വർക്ക് തന്നെ. അവിടെ ആ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യണം. അത്രയും ഇത് കാണുമ്പോൾ തന്നെ ഒരു എങ്ങനെ ഇതവർ റെഡിയാക്കി എടുക്കും എന്നുള്ള ചിന്ത വരും കേട്ടോ. അപ്പോൾ ഈ പണി നടക്കുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല ബ്ലോക്കാട്ടോ. ഇവിടെ നല്ല ബ്ലോക്കാണ്. ചെറിയൊരു വീതി, വലിയൊരു വാഹനം വന്നിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലോക്കാണ് ഇവിടെ. ഈ ഭാഗത്തുള്ള ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി അതാ ആ ഭാഗമാണ് അവർ നേരത്തെ കാണിച്ച ആ ഭാഗമാണ് ഇനി ഷോർട്ട് ക്രീറ്റ് ചെയ്യാനുള്ളത്. എന്ന് പൊട്ടിച്ചെയ്യും, പക്ഷേ 3-4 മെഷീനുണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും. നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ കൈകല്ല് തറച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 വർഷം വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്ര ഒന്നും വേണ്ടി വരില്ല കേട്ടോ. ഒരു KNRCL കൂടിയാണ്. അതുകൊണ്ട് ചിലവിടെ പരിപാടി അവർ തീർക്കുന്നതായിരിക്കും. അവരിഞ്ഞും മെഷീനറികളും ആളെയും അവരിറക്കും പെട്ടെന്ന് വർക്ക് എടുക്കാനായിട്ട്. ക്യാൻസിൻ്റെ ആ വർക്ക് എടുക്കാൻ ഒരു ദുർഗേഷ് ഭായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആ പാറ ഒട്ടിച്ചെടുക്കാൻ. എന്തായാലും അവൻ നല്ല ഫിനിഷായിട്ട് ചെയ്തു. എൻ്റെ അവിടെ വീഡിയോ എടുത്ത് അവനായിട്ട് നല്ല പരിചയമായി. ഇത് വെറൈറ്റി ജാക്ക് ക്യാമറ കേട്ടോ, അടിപൊളിയാണ്. അത് നമ്മുടെ ഒരു സൈഡിൽ ഡ്രില്ല് ചെയ്യുന്ന പരിപാടി, ഡ്രില്ല് ചെയ്ത് ഹോൾസ് ഇട്ടിട്ട്, പിന്നെ മറ്റേ അതിപ്പോൾ വെച്ചത് അതിങ്ങനെ ജർക്ക് ചെയ്ത ജാക്ക് ക്യാമറ, പിന്നെ അതുകൂടെ ഹോൾസിലേക്ക് ഇറക്കിയിട്ട് വീതി കൂട്ടുന്ന ഒരു സാധനമാണ് അത്. അതിങ്ങനെ വിടരും. ആ വിടരുമ്പം നമ്മൾ ഡ്രില്ല് ചെയ്ത ഹോൾസിലേക്ക് അത് ഇറങ്ങുമ്പോൾ അത് വിടർത്തി പാറ പൊട്ടിച്ചെടുക്കും. അങ്ങനെയും പൊട്ടാത്ത സ്ഥലത്താണ് ഈ ജാക്ക് ക്യാമറ ഉപയോഗിച്ച് അവർ ചെറിയ പീസായിട്ട് പൊട്ടിച്ചെടുക്കുക. വലിയ പീസ് പൊളിച്ചെടുക്കാൻ അത് സിമ്പിൾ പരിപാടിയാണോ. ആ ഡ്രില്ല് ചെയ്യാൻ അതിൻ്റെ സൈഡിലൊന്നുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഡ്രില്ല് ചെയ്യുന്നൊരു സാധനമുണ്ട്. അങ്ങനെ 3 വർക്കിംഗ് ഒന്നിൻ്റെ മുകളിൽ നല്ല വിലയുള്ള സാധനം കേട്ടോ. അന്ന് നമ്മുടെ ലാസ്റ്റ് ക്യാൻസിൻ്റെ വർക്കിൽ ലാസ്റ്റ് ടൈമിൽ ഒരു പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പം അവർ പുതിയതൊന്ന് ഇറക്കിയിരുന്നു കേട്ടോ. നല്ല വില ഉണ്ട്. അതിൻ്റെ വില മറന്നുപോയി. എന്തായാലും 10 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിന് വില. പക്ഷെ അതിനനുസരിച്ചുള്ള വർക്ക് അത് എടുക്കും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ സാധാ 2 എണ്ണം സാധാ അങ്ങനെ അമർത്തി പൊട്ടിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. 2 എണ്ണം പൊട്ടിക്കുന്നത് ഒരു ഇറ്റാച്ചി അവിടെ നിന്ന് കോരി കൊണ്ടുപോകുന്നു. ഓ, ഇത് കാണുമ്പം തന്നെ എന്തൊക്കെ യെസ്, അതാ ഡ്രില്ല് മെഷീൻ. അതാണ്ട സൈഡിൽ കറക്റ്റ് അവിടെ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി.
അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളത്തിൻ്റെ പരിപാടി, വെള്ളം അങ്ങോട്ട് എത്തിക്കുന്ന പരിപാടി അതിൽ തന്നെ ഉണ്ട് കേട്ടോ. പല പരിപാടികളുണ്ട് കേട്ടോ പാറ പൊട്ടിക്കണതിൽ. അപ്പം സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ കുറ്റിപ്പുറത്തുള്ള വർക്കിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഡേഞ്ചർ അഡാർ വർക്കിൻ്റെ കാഴ്ചകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊക്കെ ചെയ്താളിക്കാ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.